എളവള്ളി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ ഞാറ്റുവേല ചന്ത നടക്കുമ്പോൾ ഇവിടെ ഒരു ചിത്ര പ്രദർശനം കൂടെ നടക്കുന്നുണ്ട്. ഇവിടെ ടീച്ചറുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ ഇത്രയും നല്ല ഭംഗിയിലുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. ടീച്ചറുടെ പേര് ശ്രീലജ. നമ്മുടെ സ്കൂളിന്റെ പേരെന്താ? സാത്വിക ചിത്രകലാ പഠന കേന്ദ്രം, എളവള്ളി. അപ്പൊ നമ്മള് എത്ര കുട്ടികൾ ഇത് ഓരോരുത്തരും വരച്ച ചിത്രങ്ങളാണോ? ഇത്രയും പേര് വരച്ചതാണല്ലേ? എത്ര 50 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരെല്ലാം 22 പേരാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഞാനടക്കം. അപ്പൊ നമ്മള് എല്ലാ വർഷവും ഇങ്ങനെ ഞാറ്റുവേലയ്ക്ക് നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാറുണ്ടോ? ഇല്ല, ആദ്യത്തെ ഒരു അനുഭവമാണ്. ഒരു സന്തോഷം ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ഞാറ്റുവേല ചന്തയെ അനുബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേക തീം എടുത്തിട്ടാണോ ഇത്രയും ചിത്രങ്ങൾ വരച്ചത്? അല്ല, തീം ബേസ് ചെയ്തിട്ടല്ല. ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ 26-27 തീയതികളിൽ കേരള ലളിതകലാ അക്കാദമി തൃശ്ശൂർ ഒരു എക്സിബിഷൻ നടത്തുകയുണ്ടായി. അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾക്കൊരു ക്ഷണം കിട്ടിയതാണ് പഞ്ചായത്തിൽ നിന്ന്. വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു. അന്ന് വരച്ച ചിത്രങ്ങൾ തന്നെയാണ് ഇവിടെ ഞങ്ങൾ കർണികാരം എന്ന പേരിലാണ് 2025 കർണികാരം എന്നുള്ളൊരു പേരിലാണ് അവിടെ എക്സിബിഷൻ നടത്തിയത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ക്ഷണം കിട്ടിയപ്പോൾ സ്വീകരിച്ചു. സന്തോഷപൂർവ്വം. എന്തായാലും എല്ലാം ഭംഗിയായിട്ടുണ്ട്, എല്ലാം കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇത് നമ്മൾ 5 വയസ്സ് മുതൽ ഡിഗ്രി പിന്നെ അതിലും പ്രായമുള്ളവരൊക്കെ കൂടി ചേർന്ന് വരച്ച ഒരു പിക്ചറാണ്. 5 വയസ്സ് മുതലുള്ളവരുടെ കലാഭിരുചി വളർത്തിയെടുത്തിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് വേദികളിൽ ഇതുപോലെ കാണാനായിട്ട് സാധിക്കട്ടെ. ഈ ഒരു അവസരം നമ്മുടെ പഞ്ചായത്തിനും അതുപോലെ തന്നെ പ്രസിഡന്റ് ടി സി മോഹൻ അവർക്കൊക്കെ ഒരു നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനൊരു ക്ഷണം ഞങ്ങൾക്കൊരു ദൗത്യം ഏറ്റെടുത്തതിന് സന്തോഷം.